അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്. പേര്. അപ്പോൾ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടനെയാണ്. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് പണ്ടത്തെ ഒരു കാര്യവും എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ലാലേട്ടനെ കാണാൻ വേണ്ടി പോയതാണ്. എൻ്റെ വൈഫ് ലാലേട്ടൻ്റെ നല്ലൊരു ഫാനായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ആ ഷൂട്ടിങ്ങിന് ആണെന്ന് വെച്ചാൽ പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് പോണ ആളുകൾ മുഴുവൻ ലാലേട്ടനെ കാണാൻ പറ്റുന്നില്ല, ആ ഭാഗത്തേക്ക് അടുപ്പിക്കണം കൂടിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ വൈഫ് പറഞ്ഞു, ഒരു ഫോട്ടോ വരച്ച ആളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും, നമുക്കൊന്ന് പോയാലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, അവിടെ കണ്ടമാനം 100 കണക്കിന് ആൾക്കാർ ഫോട്ടോ വരച്ച് പോകുന്നുണ്ടാവും, നമ്മുടെ ഈ ഫോട്ടോ ഒക്കെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ലാലേട്ടന് ഇഷ്ടപ്പെടുമോ? എനിക്ക് ഭയങ്കര പോകാനായിട്ട് മടിയായിരുന്നു. പിന്നെ ഒന്നാമത് നല്ല പറക്കിൻ്റെ തിരക്കായിരുന്നു. ഞാനിത് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, എടാ നീ പോയി നോക്ക്, ചിലപ്പോൾ കാണാൻ പറ്റിയല്ലോ. അങ്ങനെ എല്ലാവരും വാക്ക് കേട്ടിട്ട് ഞാൻ ലാലേട്ടനെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. വരച്ച് കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാലേട്ടന് ഈ ഫോട്ടോ കൊടുക്കാൻ എനിക്ക് ഒട്ടും മനസ്സുണ്ടായില്ല. അങ്ങനെ ആരോടും പറയാതെ ഞങ്ങൾ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോയി. അങ്ങനെ പോണ വഴിയിൽ നമ്മുടെ ഒരു കൂട്ടുകാരനെ കണ്ടു കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, എടാ അവിടെ കൊറോണ ആയതുകൊണ്ട് ഒരു മനുഷ്യനെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കാനില്ല, പിന്നെ ലാലേട്ടനെ കാണാമെന്ന് വിചാരിച്ച് നടക്കണ കാര്യമല്ല മോനെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എൻ്റെ ബോധം പോയി. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ അപ്പുറമായിട്ടാണ് ഈ ഷൂട്ടിങ് നടക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ലാലേട്ടനെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാവും. അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്ക്. ആൾക്കാരൊക്കെ കൂടിയിരിക്കണ കാരണം ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്തങ്ങനെ ആയിരിക്കും ഷൂട്ടിംഗ് എന്ന്. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അപ്പുറമായിരുന്നു ഷൂട്ടിംഗ് നടക്കുന്നത്. സെക്യൂരിറ്റിക്കാർ ഒരാളെ ആ ഭാഗത്തേക്ക് കടത്തി വിടാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. അവിടെ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് വരെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഷൂട്ടിംഗ് കാണാനായിട്ട്. കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റിക്കാരനായിട്ട് നല്ല കമ്പനിയായി. ആ ചേട്ടനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ ലൊക്കേഷനിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവിടെ ആരെങ്കിലും അടുത്ത് പറഞ്ഞ് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഒരു കോള് വന്നു, ഫോട്ടോ ഒന്ന് കാണണം ലാലേട്ടന്. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. ലാലേട്ടൻ എന്നിട്ട് ഫോട്ടോ കണ്ടു. അങ്ങനെ ലാലേട്ടൻ ലൊക്കേഷനിലേക്ക് വിളിപ്പിച്ചു. അങ്ങനെ ലൊക്കേഷനിൽ വെച്ചിട്ട് ലാലേട്ടൻ എന്നോട് ചോദിച്ചു, ഈ ഫോട്ടോ ഞാൻ കൊണ്ടുപോവാണ്, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ലാലേട്ടൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഓട്ടോഗ്രാഫ് വേണം ലാലേട്ടൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓട്ടോഗ്രാഫ്, ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഓട്ടോഗ്രാഫ് ലാലേട്ടൻ തന്നു. ഷൂട്ടിങ്ങിൻ്റെ കോസ്റ്റ്യൂമിൽ നിൽക്കണ കാരണം കൊണ്ട് ഫോട്ടോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ വരച്ചത് ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു പഴയൊരു ഫോട്ടോയാണ് വരച്ചത്. അന്നത്തെ ആ സംഭവം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലാലേട്ടനെ പറ്റിയുള്ള എൻ്റെ ഓർമ്മകൾ. അപ്പോൾ ലാലേട്ടനെ വരച്ചത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തേക്കുന്നത്.